Psc അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം തമ്പനയിൽ കണ്ട പോലെ മത്സര പരീക്ഷകളിലെ വില്ലൻ ആരാണ്? സ്ഥിരമായിട്ട് എക്സാം എഴുതുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. തുടക്കക്കാർ ഇപ്പം +2 ലെവൽ എക്സാം ഒക്കെ വരാനിരിക്കല്ലേ, അപ്പം അവർക്ക് വേണ്ടി തുടക്കക്കാർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നൊരു മെസ്സേജാണ്. തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് മെയിൻ എക്സാമിനേഷന് എഴുതാനുള്ളൊരു ചാൻസ് കിട്ടത്തുള്ളൂ. അപ്പം ഭയങ്കര ഗൗരവത്തോടെ കാണുക. ഓക്കെ, ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വിഷയത്തിലോട്ട് വരാൻ നോക്കൂ. ആരാ മത്സര പരീക്ഷയിലെ വില്ലൻ? ആരാ? നെഗറ്റീവാണ്. മത്സര പരീക്ഷയിലെ വില്ലൻ എന്ന് പറയുന്ന ആളാണ് നെഗറ്റീവ്. നമുക്കറിയാത്തൊരു കാര്യം ഒരു കാരണവശാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകരുത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമില്ല. ഇത് മൊത്തം കറുപ്പിക്കാതെ 100 എണ്ണം കറുപ്പിക്കാതെ സമാധാനമില്ലാത്തൊരവസ്ഥയാണ്. 100 എണ്ണം കറുപ്പിക്കേണ്ട കാര്യമുണ്ടോ? നമുക്കറിയാവുന്ന കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഈ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചിട്ടേ ഇല്ല, ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അത് കയറി അറ്റൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. നമുക്കറിയാം 3 തെറ്റ് വന്നാൽ നമ്മുടെ ശരി ഉത്തരത്തിൽ നിന്ന് 1 മാർക്ക് പോവുകയാണ്. 3 തെറ്റിന് ശരി ഉത്തരത്തിൽ നിന്ന് മാർക്ക് പോവും. അറിയാത്ത കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവേ വരൂ. ലക്ക് എന്ന് പറഞ്ഞ സാധനം പിന്നെ കറക്കി കുത്തി നമുക്ക് എക്സാം നേടാൻ പറ്റത്തില്ല കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്നവരാണ്, മനസ്സിലാക്കുക. ശരിക്കും വർക്ക് ചെയ്യണേ, ശരിക്കും വർക്ക് ചെയ്യണം. നമ്മളൊരു കാര്യം നേടിയെടുക്കാൻ വലിയൊരു കാര്യമാണ്. ഒരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു വർക്ക്, നമ്മൾ അതിൻ്റേതായ ഉത്തരവാദിത്വം നമ്മൾ കാണിക്കണം, പഠിക്കണം. ഇപ്പം എല്ലാവരും പറയാം, നമ്മളിപ്പം ചില ചാനലുകളുടെ തമ്പനയിൽ കണ്ടിട്ടുണ്ട്, 45 ദിവസം കൊണ്ട് നേടിയെടുക്കാം, LDC നേടിയെടുക്കാം എന്നൊക്കെ കണ്ടിട്ടുണ്ട്. പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ ശരിക്കും വർക്ക് ചെയ്യുക. വർക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമുക്കറിയത്തില്ലാത്തൊരു കാര്യം അറ്റൻഡ് ചെയ്യണ്ട. ഇനി നമ്മൾ വായിച്ചൊരു കാര്യമാണെന്ന് വെച്ചോ, നമ്മളിനി ഒരു ക്വസ്റ്റ്യൻ കണ്ടു, വായിച്ചൊരു കാര്യമാണ്. 2 ഓപ്ഷൻ തമ്മിലേ ഉള്ളൂ. മത്സര പരീക്ഷയിൽ കൺഫ്യൂഷൻ വരുന്ന 2 ഓപ്ഷൻ തമ്മിലാണ് എപ്പോഴും. അപ്പോൾ എന്നാ ചെയ്യുക? അതിനകത്ത് നമ്മൾ വായിച്ചൊരു കാര്യം, വായിച്ച കാര്യം അങ്ങനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് വിട്ട് കളയരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാം നെഗറ്റീവ് വരുമെന്ന് പറഞ്ഞ് വിടാൻ വേണ്ടിയല്ല ഞാനീ പറയുന്നത്. അറിയത്തില്ല, ഞാനിത് വായിച്ചിട്ടില്ല എന്ന് തോന്നുന്ന കാര്യം വിട്ടേരെ, നിങ്ങൾ അതിൽ തൊടണ്ട കേട്ടോ. ഈ പ്രിലിമിനറി എക്സാം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു കട്ട് ഓഫ് ഒന്നും വരത്തില്ല, നിങ്ങൾ മനസ്സിലാക്കുക. മാർക്ക് തീരെ താന്നു പോയാൽ നമുക്ക് ഇതിനകത്ത് കയറാനും പറ്റത്തില്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. എനിക്കറിയാം, ഓരോ പിള്ളേരെന്നെ വിളിച്ചിട്ടുണ്ട്, പേഴ്സണലി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്, മിസ് ഇത്ര മാർക്ക് കിട്ടിയാൽ എനിക്ക് കയറാൻ പറ്റുമോ, ഇത്രയും മാർക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് മെയിൻ എക്സാം എഴുതാൻ പറ്റുമോ? നമുക്ക് സങ്കടമാണ്. അവരുടെ അവസരം 5, 6 എക്സാമിനേഷൻ്റെ അവസരമാണ് നമുക്ക് പോകുന്നത്. നമുക്ക് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്വസ്റ്റ്യൻ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്, എൻ്റെ ബുദ്ധിയിലുള്ളതാണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും ശരി എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് കറപ്പിക്കാം. എല്ലാം കറപ്പിക്കാതെ വിടരുത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അറിയത്തില്ലാത്ത ഒരു കാര്യം ഒരു കാരണവശാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ശരിക്കും വർക്ക് ചെയ്യണം. ഈ ഒരു എക്സാം കഴിഞ്ഞു, എന്നാ ചെയ്യും? പ്രിലിമിനറി എക്സാം കഴിഞ്ഞിട്ട് ഇനി പിന്നെ ഒരു വർക്കും ഇല്ല. ഇനി അടുത്ത എക്സാം വരണം, അടുത്ത നോട്ടിഫിക്കേഷൻ വരണം. നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണമെന്നേ, നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ചെറുപ്പക്കാർ പിള്ളേർ, ഞാൻ പറയുന്ന അവരോട്, നമ്മൾ പഠിക്കുന്ന ഒരു നഷ്ടമാണോ ജീവിതത്തിൽ? അല്ല, നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. പിന്നെ ചിലർ നോക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുന്ന അടുത്ത നോട്ടിഫിക്കേഷൻ വരണം, അടുത്ത എന്തെങ്കിലും +2 ലെവലിൻ്റെയോ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൻ്റെയോ അല്ലെങ്കിൽ LDCയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പം ഒരു 3 മാസം കൊണ്ടൊക്കെ എടുത്ത് പഠിച്ച് നേടാവുന്ന വരും. പിന്നെ കോച്ചിങ് സെൻറ്ററിൽ പോകും. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ ജോലി കിട്ടുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർ കുറേ നാളത്തെ അവരുടെ അധ്വാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുറേ നാളത്തെ അവരുടെ കഷ്ടപ്പാടാണ് അവർക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡറായിട്ട് വരുന്നത്. നമ്മൾ വർക്ക് ചെയ്യാനുള്ളത് നമ്മൾ സൈലൻ്റായി വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എവിടെ നിന്ന് അറിവ് കിട്ടിയാലും നമ്മളത്, ഇപ്പോൾ കറണ്ട് അഫേഴ്സൊക്കെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി ഒന്ന് എഴുതി വെക്കുക.
നമ്മുടെ ലക്ഷ്യം വേണം. ഇന്ന കാര്യം എനിക്ക് നേടിയെടുക്കണം എന്ന ലക്ഷ്യം മുന്നിൽ വേണം. ആ ലക്ഷ്യം നേടാനുള്ള പ്രയത്നവും വേണം. മനസ്സിലായോ? മറ്റെല്ലാ കാര്യങ്ങളുടെ കൂടെ നമുക്ക് ഇതും കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി ഞാൻ പ്രധാനമായിട്ട് ഈ വീഡിയോ ഇടാൻ കാരണം, നാളത്തെ കഴിഞ്ഞത്തെ അല്ലെങ്കിൽ ഏപ്രിൽ 10-ാം തീയതി 18-ാം തീയതി അതുപോലെ തന്നെ മെയ് 22-നൊക്കെ നടക്കുന്ന എക്സാമിന് നിങ്ങൾ ദയവ് ചെയ്ത് നെഗറ്റീവ് വരുത്തി നിങ്ങളുടെ മാർക്ക് കളയരുത്. അറിയാവുന്ന കാര്യങ്ങൾ എഴുതുക. വലിയൊരു കട്ട് ഓഫ് ഒന്നും വരത്തില്ല, പ്രാഥമിക പരീക്ഷ ആയതുകൊണ്ട് തന്നെ. പിന്നെ മെയിൻ എക്സാം വരുമ്പോഴത്തേന് ശരിക്കും പഠിക്കുക. ഈ ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് മിണ്ടാതിരിക്കരുത്. കുറേ നാളത്തേന് ബുക്ക് എടുത്ത് മാറ്റി വെച്ചു, അപ്പം തന്നെ നമ്മുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ പോയി. പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പോവാണ്. കുറച്ച് ദിവസം പുസ്തകം എടുത്തില്ലെങ്കിൽ, കുറച്ച് സമയമാണെങ്കിലും നമ്മളിതിന് വേണ്ടി ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക. നമുക്കൊരു എല്ലാ കാര്യങ്ങളുടെ കൂടെ ഇതും കൂടെ കൊണ്ടുപോകാം. ചിലർ ഈ തുണ്ടുപേപ്പറുകൾ കാണും എന്നതാ നോട്ട് ചെയ്യാനുള്ളത്. അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡായിരിക്കും. എങ്കിൽ പോലും ഇച്ചിരി സമയം കിട്ടുമ്പോൾ പഠിച്ച് നേടിയെടുക്കുന്നവരുണ്ട്. നമ്മൾ ഈ നെഗറ്റീവ്സിനെ എല്ലാം നെഗറ്റീവ് പറയുന്നവർ, PSC പരീക്ഷ നേടിയെടുക്കാൻ ഭയങ്കര പാടാണേ എന്ന് പറയുന്നവരുണ്ട്. എങ്ങനെ കിട്ടാനാ? കിട്ടിയില്ല, ലിസ്റ്റിൽ കയറിയാൽ ജോലി കിട്ടുമോ? ഈ നെഗറ്റീവ്സിനൊന്നും നമുക്ക് സ്ഥാനം കൊടുക്കരുത്, നമ്മുടെ മനസ്സിൽ സ്ഥാനം കൊടുക്കരുത്. നമ്മൾ പഠിച്ച് നല്ല രീതിയിൽ റാങ്കിൽ മുന്നിൽ വന്നാൽ നമ്മളെ ആർക്കും തഴയാൻ പറ്റത്തില്ല. നമ്മൾ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറി, ഏറ്റവും ആദ്യം വന്നു, കുറേ വലിയ ആദ്യം വരണമെന്നൊന്നുമില്ല, 1-ാം സ്ഥാനം അങ്ങനെ വരണമെന്നൊന്നുമില്ല. എങ്കിൽ പോലും ആ റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യമാണ് നമുക്ക് വന്നെങ്കിൽ നമ്മളെ തഴയാൻ പറ്റത്തില്ല ആർക്കും. ലാസ്റ്റ് വരുമ്പോഴല്ലേ നമുക്ക് ലിസ്റ്റിൽ വരുമോ, അടുത്തതിന് ജോലി കിട്ടുമോ എന്നൊക്കെയുള്ള ടെൻഷൻ. നമ്മൾ നമ്മുടേതായ രീതിയിൽ പ്രയത്നിച്ച്, നമ്മളെക്കൊണ്ട് പറ്റാത്തത് ലോകത്തില്ലെന്നേ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെക്കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ലോകത്തുള്ളൂ. എനിക്ക് ബുദ്ധിയില്ല, എനിക്കത് നേടിയെടുക്കാൻ പറ്റത്തില്ല, എന്നെക്കൊണ്ട് ഇത് സാധിക്കത്തില്ല. ആരോ പറഞ്ഞേ? മറ്റുള്ളവരുടെ കാര്യം നമ്മൾ നോക്കണ്ട. മറ്റുള്ളവർ നമ്മളോട് പറയും, നിന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, ബുദ്ധി കുറവാണല്ലോ എന്നൊക്കെ പറയും. നമ്മളിതൊക്കെ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒന്നും വേണ്ട. നമ്മൾ ചെയ്യേണ്ടത്, ഇനി എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നെഗറ്റീവ് വരുത്താതിരിക്കുക. നെഗറ്റീവ് വരുത്തി മാർക്ക് കുറഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്നാലും നമുക്ക് സമാധാനം കാണത്തില്ല. നിങ്ങളറിയാവുന്ന കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ ശ്രദ്ധയോടുകൂടി ആദ്യം മാത്സ് നോക്കരുത്. എക്സാം എഴുതുന്നവർ മാത്സ് ആദ്യം നോക്കരുത്. GK ആദ്യം എഴുതുക. പിന്നെ PSC ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ തുറന്ന് നോക്കുമ്പോഴേ ഭയങ്കര പാടുള്ളത് തരും, ബാക്കിയുള്ളത് എളുപ്പമായിരിക്കും. പാടുള്ളത് കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഡെസ്പായി, പിന്നെ അടുത്ത് എഴുതുമ്പോഴത്തേനും പാട് വരും. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. PSCക്ക് കുറേ തന്ത്രങ്ങളുണ്ട് ഇതിന്. ക്വസ്റ്റ്യൻ പേപ്പർ തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര പാടുള്ളത് ചിലപ്പോൾ കാണും. അപ്പോഴേ നമ്മുടെ ഉള്ള കോൺഫിഡൻസ് മൊത്തം പോകും. അതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്കുള്ളത് ശരിയുള്ളത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ വരുമെന്നേ. ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെയും കിടക്കുകയല്ലേ, പുറത്ത് മറിച്ച് പോകുമ്പോൾ ഇനിയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യനുണ്ട്. 100 മാർക്ക് അറ്റൻഡ് ചെയ്യണമെന്നില്ല. 100-ൽ 100 അറ്റൻഡ് ചെയ്യണ്ട ഒരു ജോലി കിട്ടാനായിട്ട്. അറിയാവുന്ന കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുക. അത് നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പം എഴുതണം. എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് അതിൻ്റെ ആൻസർ കിട്ടണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? പഠിക്കണം. പഠിച്ച് നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടണം എന്ന് നമ്മൾ ശരിക്കും ആഗ്രഹിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ നല്ലൊരു ജോലി കിട്ടും കേട്ടോ. നമ്മുടെ ലക്ഷ്യം വെച്ച് പഠിക്കുക. മത്സര പരീക്ഷയിൽ വില്ലനാരാ? നെഗറ്റീവാണ്. ആ നെഗറ്റീവിനെ നമ്മൾ മാറ്റി നിർത്തുക. അവനെ വില്ലന്മാരെല്ലാം ചെയ്യുന്നത് എന്താ? സിനിമയിലൊക്കെ ആണെങ്കിൽ അവനെ കൊല്ലുകയാണ് ചെയ്യുന്നത്, ലാസ്റ്റ് കൊല്ലുക, അല്ലെങ്കിൽ കയ്യും കാലും ഒക്കെ ഒടിച്ച് ഇടുകയാണ്. അപ്പം നമ്മൾ ആ രീതിയിൽ തന്നെ ഇട്ടോ കേട്ടോ. ഒന്നല്ലെങ്കിൽ കൊന്നു കളയുക, അല്ലെങ്കിൽ കയ്യും കാലും ഒക്കെ ഒടിച്ചിടുക. ഓക്കെ, നിങ്ങളിനി എക്സാം എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അറിയാവുന്ന കാര്യങ്ങൾ എഴുതുക, അറിയാത്തതിന് അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. പിന്നെ ശ്രദ്ധാപൂർവം എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ OMR ഒക്കെ കറപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കറപ്പിക്കുക. അപ്പോൾ ഈ വീഡിയോ പ്രയോജനപ്രദമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. PSC ബുള്ളറ്റിൻ ബേസ് ചെയ്ത കറണ്ട് അഫേഴ്സ് അതൊക്കെ കാണുക. അല്ലാത്ത സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളും ഉണ്ട് കേട്ടോ. എല്ലാവരും കാണണേ. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്